ചന്ദ്ര അമ്മായി അവരിങ്ങനെ പുറത്തെടുത്താതെ ഈ വിളക്കിലൊരു തിരിട്ട് കൈ പിടിച്ചകത്തേക്ക് ഏറ്റേ ബാക്കി ആരൊക്കെ പിന്നെ. ജാതിയോ മതോ കുടുംബം ഒന്നും ഞാൻ നോക്കണില്ല, സന്തോഷത്തോടെ സ്വീകരിച്ചേനെ. പക്ഷെ ഇതേതോ തെരുവീന്നോ? ആരമ്മയോട് പറഞ്ഞേ? പിന്നെ എവിടുന്നാടാ? ലോറി പേട്ടെന്നോ അല്ലെങ്കിൽ വല്ല വ്യഭിചാരശാലെന്നോ? തെണ്ടിത്തരം പറയരുത്. അല്ലെങ്കിൽ പറയടാ, പിന്നെ എവിടുന്നാ? വാളയാർ ഞാനറിയാത്ത സ്ഥലമൊന്നല്ല. ഇങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട് അവിടെ. കഥകളൊക്കെ എനിക്കറിയാം. നീ ഇനി കഥ ഉണ്ടാക്കണ്ട, കഥ ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. വേണമെങ്കിൽ നിന്റെ ഭാര്യനെ കുറിച്ച് ഒരു 100 കഥ ഞാൻ ഉണ്ടാക്കി തരാം. കാണോ? അടിച്ചതിന് പല്ലിയ പ്രേമ മോനെ പേടിപ്പിക്കല്ലേ. ഇങ്ങനെ ഇരിക്കണം നോക്കണ്ട, വണ്ടിപ്പണി ചെയ്യണോ ഇട്ടിച്ചെന്നെ മൂക്കാൻ വേണ്ടടാ. ഇറങ്ങണ പുറത്ത്. എന്റെ വീട്ടിൽ വേണ്ട. പിന്നെ നിന്റെ വീടാണെന്നും പറയണ്ട. ചന്ദ്രേട്ടൻ ചോര നീരാക്കിണ്ടാക്കിയ വീടാ, അത് ഓർത്തോ. അമ്മ എന്താ തീരുമാനിച്ചേക്കണേ? എന്തൊക്കെയായാലും അവൻ കിട്ടിയ പെണ്ണല്ലേ, സ്വീകരിക്കേണ്ടി പറ്റൂ. സ്വീകരിച്ചോ, പക്ഷെ ആ നിമിഷം ഞാനും രാജീവ് ഇവിടുന്ന് ഇറങ്ങും. സുധ അങ്ങോട്ട് വരാൻ പോണില്ല. സമൂഹത്തിൽ ഞങ്ങൾക്കൊക്കെ ഒരു നിലയും വിലയുണ്ട്, അതമ്മ മറക്കണ്ട. വാ പോവാം. ആ പോവാന്ന് തന്നെ പറഞ്ഞേ. എന്തേ എന്റെ വീട് ചെറുതാ, അവിടെ വന്ന് താമസിക്കാൻ വരുന്നുണ്ടോ? നീ ചൂടാവേണ്ട കാര്യം പറ. കാര്യം വേറൊന്നുമല്ല, ഏട്ടൻ കല്യാണം കഴിച്ചല്ലോ ഞങ്ങളൊന്നും അറിയിക്കാതിരുന്നല്ലോ, ഒന്നും ഞങ്ങൾക്ക് വിഷമില്ല. അത് ഏട്ടന്റെ ഇഷ്ടം. ഇവിടെ അമ്മയുണ്ട്, എന്റെ ഭാര്യയുണ്ട്, പിന്നെ സുധയും ഭർത്താവും വരും, അവരുടെ ബന്ധുക്കൾ വരും, സരോജിനി എടുത്തി വരും. അവർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടാവും. അവർക്കൊക്കെ എങ്ങനെയാണ് ഞങ്ങളൊരു ബുദ്ധിമുട്ട്? അത് ഏട്ടൻ അറിയാലോ. ഇവരുടെ മുന്നിൽ വെച്ച് പച്ചയായിട്ട് പറയിക്കണോ? എനിക്കറിയില്ല. തെരുവിന്ന് ഒരു തേവടി പൂജയായി കെട്ടിക്കൊണ്ടുവന്ന മാനക്കേടുണ്ടാവില്ല സാർമാർക്ക്. വായത്തിന് മൂത്താണെങ്കിലും നിന്നെ ഞാൻ വിളിക്കട്ടോ പട്ടി. ഒരു അക്ഷരം വേണ്ടി അടിച്ചിന്റെ പല്ല് ഞാൻ തറപ്പിക്കും. പോടാ, പുറത്തേക്ക് പോ.